ഉത്തർപ്രദേശ് അടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വർദ്ധിച്ചു വരുന്ന കൂട്ടബലാത്സംഗങ്ങളും സ്ത്രീ പീഡനങ്ങളും തടയാൻ മോദിജിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, നാരീശക്തി തുടങ്ങിയ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ആത്മാർത്ഥത തൊട്ടുതീണ്ടാത്ത രാഷ്ട്രീയ പൊറാട്ടു നാടകങ്ങൾ നടത്താതെ സ്ത്രീ പീഡന ഭീകരരായ ബ്രിജ്ഭൂഷൺമാരെയും പ്രജ്വൽ രേവണ്ണമാരെയും കർശന വിചാരണ നടത്തി തുറുങ്കിലടയ്ക്കാൻ ആർജവം കാണിക്കുക. ഉന്നാവോയും ഹത്രാസും കത്തുവയും ഗുജറാത്തും ബിൽക്കിസ് ബാനുവും മണിപ്പൂരും ഹരിയാനയിലെ നൂഹും ആവർത്തിക്കാതിരിക്കാൻ കർശനവും നീതിപൂർവകവുമായ നടപടികളെടുക്കുക. വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വർഗീയ വിഷം കുത്തിവെച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ സാഹോദര്യവും സമത്വവും നീതിബോധവും വളർത്തി സമൂഹത്തെ ഒന്നിപ്പിക്കുകയും നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ നാനാത്വത്തിലുള്ള ഏകത്വം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുക. BJP അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറ്റവാളികൾക്ക് പാർട്ടി സ്ഥാനങ്ങളും നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ടിക്കറ്റും നൽകില്ലെന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും ക്രിമിനലുകളെ ഒരു വിധത്തിലും സംരക്ഷിക്കില്ലെന്നും പോലീസ് നീതിന്യായ സംവിധാനങ്ങളെ വർഗീയതയിൽ നിന്നും അഴിമതിയിൽ നിന്നും ക്രിമിനൽ വൽക്കരണത്തിൽ നിന്നും പൂർണ്ണമായും മുക്തമാക്കുമെന്നും ദൃഢപ്രതിജ്ഞ എടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. എന്നാൽ നമ്മുടെ ഭാരതമെന്ന ഇന്ത്യ ഏറ്റവും സമാധാനവും സുരക്ഷിതത്വവും മതമൈത്രിയും സുസ്ഥിര വികസനവും ഉയർന്ന വളർച്ചാ നിരക്കുമുള്ള വികസിത രാജ്യമായി ലോകത്തിൻ്റെ നെറുകയിൽ വെട്ടിത്തിളങ്ങും.